ഹായ് അസ്സലാമു അലൈക്കും. ഒട്ടുമിക്ക പേർക്കും ഒരുപാട് ഇഷ്ടമുള്ള സംഭവമാണ് സദ്യ അല്ലേ? ഞങ്ങൾക്കും ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അതിലെ സാമ്പാർ റെസിപ്പിയാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. തേങ്ങ ചേർക്കാത്ത സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പരിപ്പ് നന്നായി കഴുകി കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 2-3 വിസിൽ വരുന്നത് വരെ വേവിക്കാം. അപ്പോൾ ആ ടൈമിൽ നമുക്കിതിലേക്ക് വേണ്ട സാമ്പാർ പൊടി ഉണ്ടാക്കാം. അതിനൊരു പാൻ ചൂടാക്കിയിട്ട് 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് നമുക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം കേട്ടോ. പിന്നെ 2.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പൊടിക്കാത്ത മല്ലി ഉണ്ടെങ്കിൽ ഒരു 3.5 ടീസ്പൂൺ അതെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. കരിയാതെ ശ്രദ്ധിക്കണേ. നല്ല രീതിയിൽ പൊടിയുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഞാനൊരു ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു 2 മിനിറ്റ് റോസ്റ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പാണ് ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ വീതം ചെറിയ ജീരകവും ഉലുവയുമാണ് ചേർത്തത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പൊടിച്ചെടുക്കാം. ഒട്ടും കരിയാതെ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വേണം കേട്ടോ നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കാൻ. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ സാമ്പാറിൻ്റെ ആ നല്ല രുചി നമുക്ക് കിട്ടില്ല. അപ്പോൾ ഇതിവിടെ പൊടിച്ചിട്ടുണ്ട്. 2 വിസിലിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് നോക്കാം. അപ്പോൾ പരിപ്പ് നല്ലപോലെ തന്നെ വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഇനി ഈ കുക്കറിലേക്കാണ് വെജിറ്റബിളൊക്കെ ഇട്ട് വേവിക്കാൻ പോണത്. അപ്പോൾ അതിന് വേണ്ടി ഒരു കായ ഇതുപോലെ വലിയ പീസായി കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ട്, അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അതിനെയും കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 100 ഗ്രാം കുമ്പളങ്ങയാണത്, അതും വലിയ പീസായിട്ട് തന്നെയാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ വലിയൊരു പൊട്ടറ്റയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 100 ഗ്രാം ചേന. നമുക്കിഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം കേട്ടോ സാമ്പാറിൽ. എല്ലാം വലിയ പീസായിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തിടാൻ, അല്ലെങ്കിൽ സാമ്പാറെല്ലാം വെന്ത് കഴിയുമ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ വെന്തുടഞ്ഞു പോകും. അപ്പോൾ അതൊഴിവാക്കാൻ കുറച്ച് വലിയ പീസായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്യുക. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഈ പച്ചക്കറികളെല്ലാം ഒന്നിച്ചിട്ടിട്ടല്ല കേട്ടോ ഞാൻ വേവിക്കുന്നത്. ഇതിൽ നിന്ന് ഈ വഴുതന, വെണ്ടയ്ക്ക, മുരിങ്ങക്കായ, പച്ചമുളക്, തക്കാളി ഇത്രയും ഞാൻ നമ്മൾ ആദ്യം ചേനയൊക്കെ ഇട്ടിട്ടില്ല, ആ പച്ചക്കറികളൊരു 1/4 വേവ് ആകുമ്പോഴാണ് ഇപ്പോൾ എടുത്ത് വെക്കുന്ന ഈ വെണ്ടയ്ക്ക, മുരിങ്ങക്കായൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരും ഓരോ രീതിയിലല്ലേ സാമ്പാർ വയ്ക്കുക. അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്ന് വെച്ച് നോക്കണം, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാറിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ബീറ്റ്റൂട്ടിൻ്റെ പകുതി കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ ബീൻസും ഞാൻ ചേനയുടെയൊക്കെ കൂട്ടത്തിൽ തന്നെയാണ് വേവിക്കാൻ പോണത്. പിന്നെ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കായയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ പച്ചക്കറികളൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് ഫ്ലെയിമിൽ വയ്ക്കാം. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഈ പച്ചക്കറികളും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ കായ ചെയ്ത പോലെ തന്നെ വഴുതനയുടെ കറ പോകാനും നമുക്ക് നുറുക്കിയിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വേവുന്ന ഈ മുരിങ്ങക്കായും വെണ്ടയ്ക്കും വഴുതനങ്ങയൊക്കെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് സാമ്പാറിൽ ഇതൊക്കെ വെന്ത് ഉടഞ്ഞ് നമുക്ക് ആകെ ഒരു കൊഴുത്ത രൂപത്തിലാവും സാമ്പാർ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ വേവിക്കാൻ വെച്ചിട്ടില്ലേ ആ പച്ചക്കറികൾ ഒരു 1/4 വേവാവുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളിയും പച്ചമുളക് അതുപോലെ വെണ്ടയ്ക്കൊക്കെ നമുക്ക് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഈ പച്ചക്കറികൾ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ 4 ചെറിയ തക്കാളി, ഒരു 4-5 പച്ചമുളക്, 5 വെണ്ടയ്ക്ക, 3 മുരിങ്ങക്കായ, 2 വഴുതനങ്ങ, അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെക്കാം. നമുക്കിതിലിനി മത്തൻ, അമരയ്ക്ക ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാൻ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് അതൊന്നും ചേർത്തിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായ രീതിയിൽ നമുക്ക് വഴറ്റിയെടുക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ വെണ്ടയ്ക്കയും മുരിങ്ങാക്കായും പച്ചമുളകും ഒഴികെ ബാക്കിയുള്ള വെണ്ടയ്ക്ക, തക്കാളി, വഴുതനങ്ങ അതൊന്ന് വഴറ്റിയെടുക്കുക. ഇങ്ങനെ വഴറ്റുമ്പോൾ അതിൻ്റെ പച്ചവാസന പോയിട്ട് നമ്മുടെ സാമ്പാറിന് നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ ഈ സാമ്പാറിലേക്ക് ആവശ്യമായിട്ട് ഞാൻ വലിയൊരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലിട്ട് നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ച ഈ പച്ചക്കറികളുണ്ടല്ലോ, അതിലൊരു വിസിൽ വന്നപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കി. എന്നിട്ട് എയർ കളഞ്ഞ് കുക്കർ തുറന്നിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് മുരിങ്ങാക്കായും പച്ചമുളകും പിന്നെ നമ്മൾ വഴറ്റി വെച്ചിട്ടില്ല ആ പച്ചക്കറികളും കൂടെ ചേർത്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള പുളി നല്ല പോലെ തിരുമ്മി അതിലെ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. പുളി അത്യാവശ്യം വേണം കേട്ടോ, എന്നാലാണ് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവുക. അതിനുശേഷം നമ്മൾ വേവിച്ച പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ സാമ്പാർ പൊടി, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ആക്കിയിട്ട് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടെ ഒരു തവി ഉപയോഗിച്ച് നമുക്ക് നല്ലപോലെ മിക്സാക്കി എടുക്കാം. ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ, അപ്പോൾ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. സാമ്പാർ പൊടി ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ പോലെ വറുത്ത് പൊടിച്ചിട്ട് അത് വെച്ച് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് വാങ്ങിക്കില്ലേ സാമ്പാർ പൊടിയുടെ, അതിനേക്കാളൊക്കെ ഒരുപാട് ടേസ്റ്റാണ് നമ്മൾ വറുത്ത് പൊടിച്ചുണ്ടാക്കുന്ന സാമ്പാറിന്. അപ്പോൾ ഇനി നമ്മളിത് അടച്ചു വെച്ചിട്ട് വിസിലിടാതെയാണ് കേട്ടോ വേവിക്കുന്നത്. അപ്പോൾ വിസിലിടാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഒരു 8-10 മിനിറ്റിൻ്റെ ഉള്ളിൽ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടും. ഇവിടെ മുരിങ്ങക്കായ നല്ലപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് കടുക് വറുത്തിടാം. അപ്പോൾ ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, 4-5 വറ്റൽമുളക് പൊട്ടിച്ചത്, കുറച്ച് കറിവേപ്പില എന്നിവ നല്ലപോലെ റോസ്റ്റ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് 1/2 ടീസ്പൂൺ കായപ്പൊടി, ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കായം പൊടിയാണ് കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ കട്ടിക്കായം വാങ്ങില്ലേ, അത് ഒരു പീസ് ഓയിലിൽ റോസ്റ്റ് ചെയ്തതിന് ശേഷം പൊടിച്ച് ചേർക്കാം. എന്നിട്ട് നമുക്ക് അതെല്ലാം കൂടെ കറിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ ഏകദേശം നമ്മുടെ സാമ്പാർ റെഡിയായി. ഇതിലേക്ക് ഇനി നമുക്ക് ഒന്നും കൂടെ ചേർക്കാനുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞ് ചേർക്കാം. അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കേരള സ്റ്റൈൽ, നാടൻ സ്റ്റൈലിലുള്ള തേങ്ങ അരയ്ക്കാത്ത അടിപൊളി സാമ്പാർ ഇവിടെ റെഡിയായി. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡിൽ ആരെങ്കിലും സാമ്പാർ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. എല്ലാവർക്കും ഈ സാമ്പാർ ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത്രയ്ക്ക് ടേസ്റ്റുള്ള സാമ്പാറാണ് കേട്ടോ. പിന്നെ സദ്യയ്ക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള മറ്റു വിഭവങ്ങളുടെയൊക്കെ വീഡിയോസ് ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അടുത്ത് തന്നെ മറ്റ് നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ, താങ്ക് യു.